നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 144 അധ്യായം 1 വാക്യം. എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിന് എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സർവശക്തനായ നമ്മുടെ അഭയകേന്ദ്രമായ നമ്മുടെ ശക്തിശീലയായ ദൈവം അല്ലെങ്കിൽ യഹോവ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവൻ മാത്രമാണ് വാഴ്ത്തപ്പെട്ടവൻ. പിന്നെയോ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും, നമ്മുടെ ഓരോ ശ്വാസത്തിലും, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും നമ്മെ ഓരോ കാര്യം അഭ്യസിപ്പിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും സർവശക്തനായ ദൈവം തന്നെയാണ്. തീർച്ചയായും ദൈവനിയോഗം പേരെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന ചില മനുഷ്യരുണ്ട്. ആ മനുഷ്യരിലൂടെ ദൈവം നമ്മെ അഭ്യസിപ്പിക്കാറുണ്ട്. ആ മനുഷ്യരിലൂടെ ദൈവം നമ്മെ വഴി നടത്താറുണ്ട്. ആ മനുഷ്യരിലൂടെ ദൈവം നമ്മുടെ കൈകാലുകൾക്ക് ബലം നൽകാറുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വചനം പറയുന്നത് സത്യമല്ലേ, യാഥാർത്ഥ്യമല്ലേ? യുദ്ധത്തിനായി നമ്മുടെ കൈകളെയും പോരിനായി നമ്മുടെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നത് യഹോവ തന്നെയാണ്. യഹോവ നേരിട്ടോ അല്ലെങ്കിൽ അപ്രത്യക്ഷമായോ പലരിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും സന്ദർഭങ്ങളിലൂടെയും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിവുകൾ നൽകുന്നത്, നമ്മെ അഭ്യസിപ്പിക്കുന്നത്, കഴിഞ്ഞുപോയ പാഠങ്ങളിലൂടെ നമ്മെ വീണ്ടും ഉദ്ബോധിപ്പിക്കുന്നത് ഒക്കെയും ഇത് തന്നെയാണ്. എല്ലാം നല്ലതിനും ഇനി നടക്കാനുള്ളതും നല്ലതിനു മാത്രം. കാരണം ഓരോ സംഭവങ്ങളും ഓരോ പാഠങ്ങളാണ്, ഓരോ സന്ദർഭങ്ങളും ഓരോ അധ്യാപകരാണ്. അങ്ങനെയെങ്കിൽ യഹോവയാകുന്ന നല്ല അധ്യാപകന്റെ പരിശീലകരായിരിക്കുവാൻ, അല്ലെങ്കിൽ യഹോവയാകുന്ന നല്ല അധ്യാപകൻ പരിശീലിപ്പിക്കുന്ന നല്ല വിദ്യാർത്ഥികളായിരിക്കുവാൻ മനുഷ്യരായ നമുക്ക് പരിശ്രമിക്കാം. ഈ വചനം അതിന് നമ്മെ ബലപ്പെടുത്തട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിടത്ത് ബ്രൗൺ എന്ന് പേരുള്ള ഒരു വൈദികനുണ്ടായിരുന്നു. അദ്ദേഹമാകട്ടെ വളരെയധികം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവഭക്തനും. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു ദേവാലയത്തിൽ ഒരു കർഷകന് അടിയന്തരമായിട്ടുള്ള രോഗാവസ്ഥ ഉണ്ടാവുകയാണ്. ആ മനുഷ്യന്റെ കുടുംബത്തിൽ 8-ലധികം ആളുകൾ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഭക്ഷണത്തിനും മറ്റുമുള്ള സൗകര്യങ്ങളും അവിടെ കുറവായി വന്നു. അങ്ങനെ നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടെ ഏറ്റവും വലിയ ദാരിദ്ര്യം അനുഭവപ്പെടാൻ തുടങ്ങി. എന്നാൽ ഇതറിഞ്ഞ ബ്രൗൺ എന്ന ഈ വൈദികൻ തൻ്റെ ഇടവകയിലെ ജനത്തോട് പറയുകയാണ്, നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ കർഷകന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ മനുഷ്യന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. തളർന്നു കിടക്കുന്ന രോഗശയ്യയിലായിരിക്കുന്ന ആ മനുഷ്യൻ്റെ കുടുംബത്തിൻ്റെ ഉദ്ധാരണത്തിനും മനുഷ്യൻ്റെ രോഗസൗഖ്യത്തിനുമായി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമുക്ക് അയാളെ തിരികെ പിടിക്കാനാവുകയുള്ളൂ. അങ്ങനെ ഈ വൈദികനോട് ചേർന്ന് 2-3 പേർ ഒരുമിച്ച് എല്ലാ ദിവസവും ഈ രോഗിയുടെ, ഈ കർഷകന്റെ വീട്ടിലേക്ക് കടന്നു വന്ന് സന്ധ്യാസമയത്ത് പ്രാർത്ഥന ആരംഭിക്കുകയാണ്. 1-2 ദിവസങ്ങൾ കടന്നുപോയി. എന്നിട്ടും കാര്യമായി ഒരു മാറ്റവും സംഭവിച്ചില്ല. എന്നാൽ 3-ാം ദിവസം എന്തൊക്കെയോ ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ദൈവം ഒരുങ്ങുകയായിരുന്നു. ആവശ്യങ്ങളിലേക്ക് ആവശ്യമായത് കോരിച്ചൊരിയുവാനുള്ള സ്വർഗത്തിന്റെ തയ്യാറെടുപ്പ് ആ 3-ാം ദിവസത്തിൽ സംഭവിക്കുകയായിരുന്നു. എന്തായിരിക്കും 3-ാം ദിവസം നടന്നത്, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ദൈവത്തിന്റെ ഇടപെടൽ എങ്ങനെയാണ് പ്രാർത്ഥനയിലൂടെ ആ ഒരു കൂട്ടായ്മയ്ക്ക് ലഭിച്ചത് എന്നുള്ള കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എൽസി ആന്റി. എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ മല്ലപ്പള്ളി. മല്ലപ്പള്ളി. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹസ്ബൻഡ് ഉണ്ട്, മോനുണ്ട്. സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? സന്തോഷം. ഓക്കെ, ദൈവകൃപയാൽ സന്തോഷം. അല്ല, അവിടെ മല്ലപ്പള്ളിയിൽ എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ? മഴയാണ് ഇപ്പോഴും. ഓക്കെ, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ? ഓക്കെ ഓക്കെ ആന്റി, നമുക്കറിയാലോ വചന സമീക്ഷയിൽ 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോയാലോ, എന്നിട്ട് വിശേഷങ്ങളിലേക്ക് മടങ്ങി വരാം. ഓക്കെ, അപ്പം എൽസി ആന്റിക്ക് വേണ്ടിയിട്ടുള്ള 1-ാമത്തെ ചോദ്യം ഇതാണ്: ആരുടെ അകൃത്യത്തിനാണ് പരിഹാരം വരുന്നത്? യാക്കോബിന്റെ. സംശയമൊന്നുമില്ല, ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം യാക്കോബിന്റെ. 2-ാമത്തെ ചോദ്യം കൂടി ചോദിക്കുവാണേ. ചോദ്യം ഇതാണ്: ഉറപ്പുള്ള പട്ടണത്തിലെ കാളക്കിടാവ് എന്താണ് ചെയ്യുന്നത്? തളിരുകൾ തിന്നു. അവിടെയുള്ള തളിര് തിന്നു കളഞ്ഞു. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്.
മേയുകയും അവിടെ തന്നെ കിടക്കുകയും അവിടെയുള്ള തളിരുകൾ തിന്നുകളയുകയും ചെയ്യും. ആന്റി ഉണ്ടോ? ഓക്കെ. എന്തോന്ന് കേട്ടപ്പോ ഒരു സന്തോഷം. ആന്റി ബൈബിളുമായിട്ട് അല്ലെങ്കിൽ വചനവുമായിട്ട് ബന്ധപ്പെട്ട് ആന്റിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള എന്താ? പാട്ട് പാടാനാണോ, അതോ വചനം പറയാനാണോ, വചനം പ്രഘോഷിക്കാനാണോ, അതോ സാക്ഷ്യം പറയാനാണോ? എന്താ ഇഷ്ടം? സാക്ഷ്യം പറയാം. സാക്ഷ്യം പറഞ്ഞോളൂ. എനിക്ക് ആദ്യമേ ഇപ്പോഴത്തെ റീസെന്റ് പറയുന്നത്, എനിക്കൊരു വീട് വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ദൈവം തമ്പുരാന് നമ്മള് പണിക്ക് പ്ലാൻ കൊടുത്തതിനെക്കാട്ടിലും അത്ഭുതകരമായിട്ട് ഒത്തിരി അത്ഭുതം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒന്നിനും ഒരു തടസ്സങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ആഗ്രഹിച്ച പോലെ അല്ലാത്ത ഒരു ഭവനമാണ് ദൈവം തന്നത്. അത് 1 വർഷം ആകുന്നതിന് മുമ്പ് നമുക്ക് തീർന്നു. ദൈവം വലിയ ദൈവത്തിന്റെ വലുതായിട്ടുള്ള ഒരു ഇടപെടൽ അല്ലേ? അപ്പൊ സന്തോഷം ആന്റി, നല്ലൊരു സാക്ഷ്യം കേട്ടതില്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് മടങ്ങി പോകാം. ഓക്കെ, 3ാമത്തെ ചോദ്യം ഇതാണ്. ഉണങ്ങിയ കൊമ്പുകളെ എന്താണ് ചെയ്യുന്നത്? സ്ത്രീകൾ പറക്കിയെടുത്തു. എന്നിട്ട് അതിനെ എന്ത് ചെയ്യും? കത്തിക്കും. അതാണ് ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം അതിനെ കത്തിച്ച് കളയും. ലാസ്റ്റത്തെ ചോദ്യം കൂടെ ചോദിക്കുവാണേ. ചോദ്യം ഇതാണ്. ആ നാളിൽ യഹോവ ഒന്നൊന്നായി പെറുക്കിയെടുക്കുന്നത് ആരെയാണ്? ആ നാളിൽ യഹോവ ഒന്നൊന്നായി പെറുക്കിയെടുക്കുന്നത് ആരെയാണ്? ഇസ്രായേൽ മക്കളെ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ശരി ഉത്തരം ഇതാണ്, ഇസ്രായേൽ മക്കളെ. 4 ചോദ്യങ്ങളും ശരിയായി. ഒരു വലിയ കൺഗ്രാറ്റുലേഷൻ ആന്റി. അപ്പോ ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കുക കേട്ടോ. ഓക്കെ, ശരി ആന്റി, താങ്ക് യു. അപ്പോ എൽസി ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ആന്റി എല്ലാ ചോദ്യത്തിനും ശരി ഉത്തരം നൽകി, ഒരു സാക്ഷിയൊക്കെ പറഞ്ഞു ജീവിതത്തിലെ. അപ്പോൾ നമ്മളിൽ പലർക്കും ഇതുപോലുള്ള സാക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്ന നല്ലൊരു വേദി കൂടിയാണ് വചന സമീക്ഷ. അപ്പോൾ അതിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതുപോലുള്ള നല്ല സാക്ഷ്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വചന സമീക്ഷയിലേക്ക് നമുക്ക് എല്ലാവർക്കും പങ്കുകാരാകാം. അപ്പോൾ ആന്റിക്കും ആന്റിയുടെ കുടുംബത്തിനെയും ഒക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് കൂടി മടങ്ങി വരാം. രോഗബാധിതനായിട്ടുള്ള ആ കർഷകനെ ജീവിതത്തിലേക്ക്, ആ ഒരു കുടുംബത്തിലേക്ക് 2 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം 3ാമത്തെ നാൾ വലിയൊരു അത്ഭുതം സംഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. 3ാം ദിവസം ഇവരിങ്ങനെ ഈ ബ്രൗൺ എന്ന ആ ഒരു വൈദികന്റെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനാ സംഘം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അഭിഷേകത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാതിലിൽ ഒരാൾ മുട്ടുകയാണ്. ഈ ബ്രൗൺ എന്ന വൈദികന്റെ പേരെടുത്ത് വിളിച്ച് വാതിലിൽ മുട്ടുന്നുണ്ട്. അപ്പോൾ ഈ വൈദികൻ പുറത്തേക്ക് ഇറങ്ങി കതകു തുറന്നു വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് നിൽപ്പുണ്ട്. അപ്പോൾ ഈ യുവാവിനെ കണ്ട ഉടനെ ഈ വൈദികൻ ചോദിക്കുന്നുണ്ട്, എന്താണ് കാര്യം? കാരണം ഇത് വൈദികന്റെ മേടയല്ല, അല്ലെങ്കിൽ വൈദികൻ താമസിക്കുന്ന സ്ഥലമല്ല, പിന്നെയോ ഇത് ആ ഒരു രോഗിയുടെ വീടാണ്. ആ രോഗിയുടെ വീട്ടിൽ വന്ന് എന്തുകൊണ്ട് ബ്രൗൺ എന്ന വൈദികന്റെ പേര് വിളിച്ചു എന്ന് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, എൻ്റെ അപ്പൻ ഇന്നലെ വരെ ഈ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്നു 2 ദിവസവും, പക്ഷെ അപ്പൻ ഇന്ന് വരാൻ സാധിക്കില്ല. അപ്പൻ ഇന്ന് എത്താൻ സാധിക്കാത്തത് കൊണ്ടും അപ്പൻ എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ തന്നു വിട്ടിട്ടുണ്ട്, ഇത് ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ വൈദികൻ പോലും അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. എന്ത് സാധനങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും നടക്കുക എന്നുള്ള വലിയൊരു ചോദ്യം, അല്ലെങ്കിൽ ഒരു ആകാംക്ഷ ഈ വൈദികനുമുണ്ട്. അദ്ദേഹം ആ ചെറുപ്പക്കാരനോടൊപ്പം നടന്നു നീങ്ങുകയാണ്. ചെറുപ്പക്കാരൻ വന്ന ഒരു ഉന്തുവണ്ടി, അതിൽ നോക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ സാധനങ്ങൾ കെട്ടിപ്പൊതിഞ്ഞ് മനോഹരമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വൈദികൻ ഏറ്റവും ആകാംക്ഷയോടുകൂടി ആ ഒരു മൂടി എടുത്ത് മാറ്റുകയാണ്. മൂടി എടുത്ത് മാറ്റുമ്പോൾ ആകട്ടെ അതിൽ കാണുന്ന സാധനങ്ങൾ കണ്ട് ഇദ്ദേഹത്തിന് തന്നെ അതിശയം തോന്നുന്നു, ഇദ്ദേഹത്തിന് തന്നെ അത്ഭുതം തോന്നുകയാണ്. അപ്പോൾ എന്തായിരിക്കും ആ ഉന്തുവണ്ടിയിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ, മൂടി കൊണ്ട് മറച്ചിട്ട ആ സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ഈ വൈദികനെ അത്ഭുതപ്പെടുത്തിയ ആ വസ്തുക്കൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള കഥയിലേക്ക്, കഥ അവശേഷത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിനു മുൻപായി നമ്മുടെ 2ാമത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് മണി ജോസഫ്. ഞാൻ കോന്നിന്ന് വിളിക്കുന്നു അല്ലേ ആന്റി? അതെ അതെ. ഓക്കെ ആന്റി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ട്, ഇപ്പൊ മൂത്ത മോനും കുടുംബവും. ഓക്കെ, അപ്പൊ എല്ലാരും കൂടി സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു അല്ലേ? അതെ, സന്തോഷമായിട്ടിരിക്കുന്നു. കേട്ടതിൽ സന്തോഷം. ദൈവകൃപയാല് നമുക്കും സന്തോഷം.
അതെ. ആന്റി അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം മഴയാണ്, നല്ല മഴയാണ്. പിന്നെ യുദ്ധത്തിന്റെ ഒക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. വിഷമമാണ്. എപ്പോഴും പ്രാർത്ഥിക്കുക സമാധാനത്തിന് വേണ്ടി. പ്രാർത്ഥിക്കാം, നമ്മളും പ്രാർത്ഥനയിലൊക്കെ ഓർത്തോളാം കേട്ടോ. വിഷമിക്കൊന്നും വേണ്ട, ഈ വിഷമമൊക്കെ മാറും. അപ്പൊ ആന്റി, നമുക്ക് എന്തായാലും നമ്മുടെ വചന സമീക്ഷയുടെ അറിയാലോ, 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടന്നാലോ? അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അശൂർ ദേശത്ത് നഷ്ടപ്പെട്ടവരും മിസ്രയീം ദേശത്ത് പുറന്തള്ളപ്പെട്ടവരും എവിടെയാണ് വരുന്നത്? നമസ്കരിക്കും. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, യെരുശലേമിലെ വിശുദ്ധ പർവ്വതത്തിൽ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുവാണേ. ചോദ്യം ഇതാണ്: അശൂർ ദേശത്തു നിന്നും മിസ്രയീം ദേശത്തു നിന്നും വന്നവർ യെരുശലേമിലെ വിശുദ്ധ പർവ്വതത്തിൽ എന്താണ് ചെയ്യുന്നത്? ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഭയങ്കര സിമ്പിൾ ആണോ? ഓക്കെ, ഉത്തരം ഇതാണ്, അവർ യഹോവയെ നമസ്കരിക്കും. ആന്റി, ഒരു പാട്ട് പാടാവോ? പാട്ടിന് ഞാൻ പുറകോട്ടാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു വചനം പറയാവോ? ബൈബിളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വചനം. പറയാമല്ലോ. അത് പറഞ്ഞോളൂ. നിങ്ങൾക്ക് നീതിസൂര്യൻ തന്നെ ചിറകും നിങ്ങളും പോകപ്പെട്ട തൊഴുത്തിൽ പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. മാലാഖി പ്രവചനം 4 അധ്യായം. ബൈബിളിൽ ഒത്തിരി വചനങ്ങൾ അറിയാം അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഈ ബൈബിളെല്ലാം അറിയാമെങ്കിൽ ഭയങ്കര ഇതായിരിക്കുമല്ലോ. അത്ര വലിയ അറിവില്ല, എന്നാലും അത്രയൊക്കെ ഒരു കോഴിനെങ്ങാനുമല്ലോ. അങ്ങനെ ബൈബിള് മുഴുവനായിട്ട് വായിച്ചിട്ടുണ്ടോ എപ്പോഴേലും? വർഷത്തിൽ 1-2 പ്രാവശ്യം വായിക്കും. അപ്പൊ അത് എന്തായാലും അത്രയും വായിക്കുന്ന ഒരാൾക്ക് അത്രയും വചനങ്ങൾ കൂടി പഠിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അത് സാരില്ല, അങ്ങോട്ട് പോകുമ്പോഴും ഒരുപാട് വചനം പഠിക്കാൻ പറ്റട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി ചോദ്യങ്ങളിലേക്ക് പോയാലോ? ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ആരെ കുറിച്ചാണ് യെശയ്യാവ് അയ്യോ കഷ്ടം എന്ന് തുടക്കത്തിൽ പറയുന്നത്? കുടിയന്മാരുടെ കിരീടത്തിന് വീഞ്ഞു കുറിച്ച് ലേഖ പിടിച്ചുള്ള കുന്നിന്മേൽ വാടിപ്പോകുന്ന പുഷ്പമായ അവന്റെ ഭംഗിയുള്ള അലങ്കാരത്തിനും അയ്യോ കഷ്ടം. ശരി ഉത്തരമാണ് ആന്റി, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം എഫ്രൈമിനെ, അവിടെയുള്ള ഈ വിശുദ്ധ പറയുന്ന പോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ് എഫ്രൈമിനെ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ചോദ്യം ചോദിക്കുവാണേ. ഓക്കെ, ലാസ്റ്റ് ചോദ്യം ഇതാണ്: യെശയ്യാവ് എന്തിനോടാണ് എഫ്രൈമിനെ താരതമ്യപ്പെടുത്തുന്നത്? എന്തോ ഒരു സാധനത്തോട് എഫ്രൈമിനെ താരതമ്യപ്പെടുത്തുന്നുണ്ട് യെശയ്യാവ്. അല്ല ആന്റി, അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അയ്യോ കഷ്ടം എന്ന് പറയുന്നത്, അത് അതിന്റെ കോണ്ടെക്സ്റ്റാ. ഇത് ക്വസ്റ്റ്യൻ നേരെ തിരിച്ച എന്താ? യെശയ്യാവ് എന്തിനോടാണ് എഫ്രൈമിനെ താരതമ്യപ്പെടുത്തുന്നത്? ഇതുപോലെയാണ് എഫ്രൈം എന്ന് പറയുന്നത് ഏതിനെ പോലെയാണ്? പുഷ്പം പോലെ. അങ്ങനെ വരണം. ശരി ഉത്തരം, ഇപ്പൊ ശരിയായി, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം വാടിപ്പോകുന്ന പുഷ്പത്തോട്. അതെ, പുഷ്പം പോലെ, പുഷ്പത്തോട്. അപ്പോ 4 ഇപ്പൊ ശരിയായിട്ടുണ്ട്. അപ്പൊ സന്തോഷായില്ലേ? സന്തോഷമായി. അപ്പൊ തീർച്ചയായിട്ടും ഇനി വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ആന്റി. ബൈ. അപ്പോ നമ്മളോട് കൂടെ കോളിൽ ഉണ്ടായിരുന്നത് മണി ആന്റി ആയിരുന്നു. ഭയങ്കര സന്തോഷത്തിലായിരുന്നു നമ്മളോട് സംസാരിച്ചത്. അപ്പം ആന്റിക്കും ആന്റിയുടെ കുടുംബത്തിനും ആന്റി കുറച്ച് നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അതിനൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയുടെ അന്ത്യത്തിലേക്ക് മടങ്ങി വരാം, അല്ലെങ്കിൽ കഥയുടെ ബാക്കിയുള്ള ഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പോൾ ഈ വൈദികൻ എന്ത് കണ്ടാണ് അത്ഭുതപ്പെട്ട് നിന്നത് എന്നുള്ളൊരു ചോദ്യത്തിലായിരുന്നു നമ്മൾ അവസാനിപ്പിച്ചത്. ആ വൈദികൻ നോക്കിയപ്പോൾ ഒരു ഉന്തുവണ്ടി നിറയെ സാധനങ്ങളാണ്. ആ മൂടി മാറ്റി നോക്കിയപ്പോൾ ഒരു ഉന്തുവണ്ടി നിറയെ സാധനങ്ങളാണ്. എന്ത് സാധനങ്ങളാണെന്ന് ചോദിച്ചാൽ ഭക്ഷണ സാധനങ്ങളും വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളും.
അതായത് ആ കൃഷിക്കാരന്റെ, രോഗബാധിതനായ കൃഷിക്കാരന്റെ വീടിന് ഏകദേശം ഒരു 3 മാസത്തോളം കഴിയുവാനുള്ള ഭക്ഷണ സാധനങ്ങളും മറ്റ് സാമഗ്രികളുമാണ് ആ ചെറുപ്പക്കാരൻ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ പക്കൽ അവന്റെ അപ്പൻ കൊടുത്തുവിട്ടത്. ഇത് കണ്ട് ഈ വൈദികൻ കൈകളടിച്ച് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. കൂടെയുള്ള ആൾക്കാരെ വിളിച്ച് അവരുടെ ഒപ്പം നിന്ന്, അവരുടെ മധ്യേ നിന്ന് ദൈവത്തെ ആർത്ത് ഉച്ചത്തിൽ സ്തുതിക്കുന്നുണ്ട്. അപ്പോൾ ഈ കർഷകനാകട്ടെ, അല്ലെങ്കിൽ ഈ രോഗബാധിതനായ ഈ പാവപ്പെട്ട കൃഷിക്കാരനാകട്ടെ, അയാളുടെ കുടുംബത്തിനാകട്ടെ, ഒപ്പം ഉണ്ടായിരുന്നവർക്കാകട്ടെ വളരെയധികം സന്തോഷമായി. കാരണം അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് എന്തോ അത് ദൈവം അവർക്ക് നൽകിയിരിക്കുന്നു. ദൈവം നേരിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ അപ്പനിലൂടെ, അതിന് കാരണക്കാരനായ അപ്പനിലൂടെയും അതിവിടെ എത്തിച്ച മകനിലൂടെയും. അപ്പോൾ ഈ ഒരു കഥ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്, അല്ലെങ്കിൽ വലിയൊരു ആഹ്വാനമുണ്ട്. എന്താണ് ആ സന്ദേശം? നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തി ഈ കഥയെ നമുക്ക് എങ്ങനെ വായിക്കാം? അങ്ങനെ വിശാലമായിട്ടുള്ള ആ ഒരു വായനയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ കോളറിലേക്ക് നമുക്കൊന്ന് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഓമന. ഓമന ആന്റി എവിടെ നിന്ന് വിളിക്കുന്നു? തൃശ്ശൂര്. തൃശ്ശൂരിന്ന്. ആന്റി വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെ ഹസ്ബൻഡ്, 101 വയസ്സായ ഹസ്ബൻഡ്, 84 വയസ്സായ എന്റെ പുത്രൻ, 2 പെൺകുട്ടികളുണ്ട്, കെട്ടിച്ചിട്ട്. അങ്ങനെ കുറച്ചധികം പേര് അടങ്ങുന്ന ഒരു കുടുംബം അല്ലേ? അതെ. സന്തോഷമായിട്ട് എല്ലാരും ഇരിക്കുന്നോ? കർത്താവിന്റെ കൃപയാൽ പരമ സന്തോഷമായിട്ടിരിക്കുന്നു. സന്തോഷം. അത് കേൾക്കുമ്പോ നമുക്ക് സന്തോഷം. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ വിശേഷം എന്ന് വെച്ചാൽ ചെറിയ മോള് പ്രസവിച്ച് എടുക്ക, കൊച്ചിനെ എടുത്തോണ്ട് നടക്കണേ. ഓക്കെ, കുഞ്ഞുമാവ കയ്യിലുണ്ടല്ലേ? സന്തോഷം. അപ്പൊ ആന്റി അറിയാലോ, നമ്മുടെ വചന സമീക്ഷയിൽ 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കയറിയാലോ? അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: യഹോവ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായി ഇട്ടിരിക്കുന്നത് എന്താണ്? യേശുക്രിസ്തു എന്ന പാറ. ആന്റി ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം നമ്മുടെ ബൈബിള് മാറുന്നതനുസരിച്ച് ചില വ്യത്യാസങ്ങളുണ്ട് വാക്കുകളില്. അപ്പോ ഇവിടുത്തെ ബൈബിൾ പ്രകാരമുള്ള ഉത്തരം വിലയേറിയ മൂലക്കല്ല്. ഓക്കെ, അപ്പൊ എന്തായാലും ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണേ. ചോദ്യം ഇതാണ്: യഹോവ ന്യായത്തെയും നീതിയെയും എന്തായി ചിത്രീകരിച്ചിരിക്കുന്നു? നദിയെ തൂക്കുകട്ട, ന്യായത്തെ അളവ് ചരട്. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: ന്യായം അളവു ചരടും, നീതി തൂക്കുകട്ടയും. അപ്പം ആന്റി എന്തായാലും 2 ചോദ്യങ്ങളുടെ ഉത്തരം ശരിയായിട്ടുണ്ട്. വാവ അടുത്തുണ്ടെന്ന് അറിയാം. എന്നിരുന്നാലും ആന്റി വചനം പറയാൻ ഇഷ്ടമാണോ? എന്നാ ഒരു വചനം പറയാവോ? വാവയും കൂടി കേക്കട്ടെ. റോമർ 5:8 ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മളുടെ സ്നേഹത്തെ പ്രദർശിപ്പിക്കും. നല്ല പോലെ വചനങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ? ഇപ്പൊ കയ്യിലിരിക്കുന്ന കുഞ്ഞു വാവയ്ക്ക് കൂടി അതിന്റെ അനുഗ്രഹമൊക്കെ കിട്ടട്ടെ അമ്മാമ്മയുടെ കയ്യിൽ നിന്ന്. കുഞ്ഞും എന്താ പറയാ, വചനത്തിൽ തന്നെ വളരട്ടെ കേട്ടോ. പ്രാർത്ഥിക്കാം. അപ്പൊ നമുക്ക് ബാക്കി ചോദ്യങ്ങളിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം: എന്ത് നടത്തേണ്ടതിനാണ് യഹോവ പെറാസിം മലയിൽ എന്ന പോലെ എഴുന്നേറ്റത്? ന്യായവിധിയാണ്, പക്ഷെ അത് പ്രത്യേകമായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് പറയുന്നുണ്ട്. എന്തു നടത്തേണ്ടതിനാണ് യഹോവ പെറാസിം മലയിൽ എന്ന പോലെ എഴുന്നേറ്റത്? അപൂർവ ക്രിയ. വേറൊന്നും കൂടി ഉണ്ട്. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അത് ഞാൻ പറഞ്ഞല്ലോ, ബൈബിൾ മാറുന്നതനുസരിച്ച് വേർഡിങ്സിൽ മാറ്റം ഉണ്ടാകും. അപ്പം നമ്മുടെ ബൈബിൾ അനുസരിച്ചുള്ള ഉത്തരമാണ് പറയുന്നത്: തന്റെ അസാധാരണമായ പ്രവൃത്തി ചെയ്യേണ്ടതിനും തന്റെ അപൂർവ ക്രിയ നടത്തേണ്ടതിനും. ഇപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയില്ലേ? അപ്പൊ ലാസ്റ്റ് ചോദ്യം കൂടെ ചോദിച്ചിട്ട് ആന്റി വെറുതെ വിടാം. അപ്പൊ ചോദ്യം ഇതാണ്: ഗിബയോൻ താഴ്വരയിൽ എന്ന പോലെ യഹോവ ചെയ്യുന്നത് എന്താണ്? അപൂർവ ക്രിയ അല്ല, അത് നമ്മുടെ നേരത്തെ അത് എഴുന്നേറ്റത്. ഇത് ഗിബയോൻ താഴ്വരയിൽ എന്ന പോലെ യഹോവ എന്ത് ചെയ്യും? കോപം, ദൈവത്തിന്റെ കോപം.
ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇതാണ്, കോപിക്കുന്നു. അപ്പൊ സന്തോഷമായില്ലേ? 4 ചോദ്യങ്ങൾക്കും നല്ല പോലെ ഉത്തരം പറയാൻ പറ്റിയില്ലേ? സന്തോഷം, ഞങ്ങക്ക് സന്തോഷം കേട്ടോ. അപ്പൊ എന്തായാലും ആന്റി ഇനിയും വിളിക്കുക കേട്ടോ വചന സമീക്ഷയിലേക്ക്. എല്ലാ ദിവസവും കാണാനും ശ്രമിക്കാം. അപ്പം വാവയ്ക്കും ആന്റിക്കും വാവയുടെ അമ്മയ്ക്കും എല്ലാ പ്രാർത്ഥന ആശംസകളും. ഓക്കെ, താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നത് ഓമന ആന്റിയാണ്. കുഞ്ഞുവാവയും കൂടി കയ്യിലുണ്ടെന്ന് പറഞ്ഞു ഉത്തരം പറയുമ്പോഴും ഒക്കെ. അപ്പോൾ അത്രയും നിഷ്കളങ്കമായിട്ടുള്ളൊരു കോളായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അപ്പോൾ എന്തായാലും ആന്റിക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയുടെ അന്ത്യത്തിലേക്കും നമ്മുടെ അദ്ദേഹത്തിൻ്റെ അന്ത്യത്തിലേക്കും വരാം. ആ കഥയുടെ സാരാംശം എന്താണെന്ന് കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോൾ ഈ വൈദികന്റെയും ഈ കർഷകന്റെയും അല്ലെങ്കിൽ ആ കൂടിയിരുന്ന ആൾക്കാരുടെയും പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം ചിന്തകൾക്കും അതീതമായി മനുഷ്യബുദ്ധിക്ക് അതീതമായിട്ടുള്ള ചില പദ്ധതികളായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടില്ലേ? നമ്മൾ പ്രതീക്ഷിക്കാത്തിടത്ത് പലരും ദൈവദൂതന്മാരായി നമ്മുടെ ജീവിതത്തിൽ അവതരിച്ചിട്ടില്ലേ? നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നതിനപ്പുറമായിട്ട് പല കാര്യങ്ങളിലും ദൈവിക ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലേ? നാം പ്രാർത്ഥിച്ചതിനും അല്ലെങ്കിൽ പല സമയങ്ങളിലും പ്രാർത്ഥിക്കാൻ മടിച്ചതിനുമായിട്ടുള്ള ഉത്തരങ്ങൾ പോലും ദൈവം നമുക്ക് നൽകിയിട്ടില്ലേ? നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികമായി വാരിക്കോരി സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞു തന്നിട്ടില്ലേ? നമ്മുടെ വചന സമീക്ഷയുടെ കോളുകളിലൂടെയൊക്കെ ആണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ പലരും പറയാറുണ്ട് ദൈവാനുഗ്രഹത്താൽ അല്ലെങ്കിൽ ദൈവം സമൃദ്ധി നൽകിയത് കൊണ്ട് ഇങ്ങനെ സന്തോഷത്തോടെ കഴിയുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമുണ്ടാകും. മുട്ടുവിൻ തുറക്കപ്പെടും എന്നുള്ളതാണല്ലോ പ്രമാണം. അങ്ങനെയെങ്കിൽ മുട്ടുവാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുവാനും ചോദിക്കേണ്ട സമയത്ത് ചോദിക്കുവാനും അന്വേഷിക്കേണ്ട സമയത്ത് അന്വേഷിക്കുവാനും പ്രാർത്ഥന എന്ന വിജയ മന്ത്രത്തിലൂടെ ശരണമന്ത്രത്തിലൂടെ ജീവിതത്തിന്റെ നൂലാമാലകളെ കോർത്തിടുവാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം പ്രത്യുത്തരം നൽകേണ്ടടുത്ത് അവൻ നമുക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. അവൻ ഇടപെടേണ്ടടുത്ത് അവൻ ഇടപെടുക തന്നെ ചെയ്യും. അങ്ങനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സൗഖ്യവും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ദൈവകൃപയാൽ ചൊരിയപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കൂട്ടായ്മയോടെ പ്രാർത്ഥിക്കുവാൻ, കൂട്ടായ്മയിൽ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഇതോടുകൂടി വചന സമീക്ഷയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.